ഹലോ ഗൈസ്, ജിതിനാണ്, യുവർ സ്പിരിച്വൽ ബഡി. എൻ്റെ ഇൻസ്റ്റാഗ്രാം ചാനലിൽ കുറച്ച് പേര് എനിക്ക് പേഴ്സണൽ മെസ്സേജസ് ആയിട്ടും അതേപോലെ കമൻസ് ആയിട്ടും ചോദിക്കുന്നുണ്ട്, എന്താണ് സ്പിരിച്വാലിറ്റി, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഓക്കെ ഫൈൻ, ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഈ പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ റിലീജിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുടെ പുറകെ പോവുക, ക്രിസ്റ്റൽസിൻ്റെ പുറകെ പോകുന്ന, മെഡിറ്റേഷൻസിൻ്റെ പുറകെ പോകുന്നത്, ഇതൊന്നുമല്ല സ്പിരിച്വാലിറ്റി. ഇതെല്ലാം അതിലോട്ടെത്താനുള്ള ചില വഴികൾ എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. പക്ഷേ ഇതിനൊന്നും മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ കൊണ്ടുപോകേണ്ട ആവശ്യങ്ങളില്ല. പയ്യെ പയ്യെ ഇതൊക്കെ നമുക്കില്ലാണ്ട് നമുക്ക് അതിനകത്തോട്ട് പോകാൻ തോന്നും. ഓക്കെ, സ്പിരിച്വാലിറ്റി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഇന്നർ പീസിനെ കണ്ടെത്തുക. നമ്മൾ ആരാണ്, നമ്മൾ എന്തിനു വന്നു, നമ്മൾ എന്തിനാണ് മുന്നോട്ട് ജീവിക്കുന്നത്, അതിനു വേണ്ടി തേടിപ്പോകുന്നൊരു കാര്യമാണ് സ്പിരിച്വാലിറ്റി. നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ കാണണം, അത് നമ്മൾ തന്നെയല്ലേ, അയാളുടെ ഉള്ളിലിരിക്കുന്ന സോഡ് നമ്മൾ തന്നെയല്ലേ. അങ്ങനെയാണ് ചിന്തിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അയാളോട് വിദ്വേഷം ഉണ്ടാവില്ല, വെറുപ്പുണ്ടാവില്ല, സഹതാപം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ആ ഒരു സ്റ്റേറ്റാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. ബേസിക്കലി ഇതെൻ്റെ ഒരു ഭാഷയാണ്, പലർക്കും പല ഭാഷയിൽ പറയാം. ഞാനിങ്ങനെയാണ് പറയാനതിന് ഉദ്ദേശിക്കുന്നത്. ബേസിക്കലി സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആരോടും വിദ്വേഷമോ വെറുപ്പോ ഇല്ലാണ്ട് നമ്മുടെ ഈ ജന്മത്ത്, ഈ ഈ യൂണിവേഴ്സിൽ നമ്മൾ വന്നത് എന്തിനാണ്, അത് കണ്ടെത്തുക. ഓക്കെ, അതിനെ തേടി പോവുക. നേച്ചറിൽ നിന്ന് എന്തൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നു, അതിനെപ്പറ്റിയുള്ള ഒരു യാത്രയാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അതിന് വേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഓക്കെ, പിന്നെ കുറച്ച് കാര്യങ്ങൾ നിന്ന് പറയാനുണ്ട്. കാരണം നമ്മളൊരിക്കലും സ്പിരിച്വാലിറ്റിനെ തേടിപ്പോകരുത്. സ്പിരിച്വാലിറ്റി സമയമാകുമ്പോൾ നമ്മളോട് തൊട്ട് വരും. നമ്മളത് തേടിപ്പോയിട്ട് ഈ പറഞ്ഞ പോലെ ചില യോഗ സെൻറ്റേഴ്സിലും കാര്യങ്ങളിലൊക്കെ പോയിട്ട് നമ്മൾ കുണ്ടലിനി അവേക്കനിങ് പ്രോസസ്സൊക്കെ ചെയ്യും. ഞാൻ പറയാം, അങ്ങനെയൊന്നും ചെയ്യരുത്. കാരണം അതൊക്കെ ലൈഫിൽ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം കുണ്ടലിനി എന്ന് പറയുന്ന ഒരു സംഭവം, ഇറ്റ്സ് എ സർപ്പൻറ്റ്. അതായത് നമ്മുടെ 33ാമത്തെ ടെയിൽ ബോണിൻ്റെ അവിടെ ഒളിച്ചിരിക്കുന്ന ഒരു പാമ്പായിട്ട് തന്നെയാണ് കുണ്ടലിനിന്ന് ഏൻഷ്യൻ വേദാസിലൊക്കെ പറയുന്നത്. അത് ഉണർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉണരേണ്ട രീതിയിലല്ലാണ്ട് ഉണർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും മൊത്തത്തിൽ ലൈഫിൽ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പ്രോപ്പറായിട്ട് ഗൈഡൻസ് എടുത്ത് കഴിഞ്ഞ് പോവുക. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ ഒരു ഗുരുവല്ല. എനിക്ക് എന്നിലുണ്ടായ മാറ്റങ്ങൾ ഞാൻ നിങ്ങളിലോട്ട് പറഞ്ഞു തരുന്നു. ഞാൻ ഈ ഹാർട്ട് ചക്രാസിൻ്റെ വീഡിയോസും മറ്റേ ചക്രാസിൻ്റെയൊക്കെ വീഡിയോസ് ഇടുമ്പോൾ എന്നെ പലരും വാൺ ചെയ്യുന്നുണ്ട്, അങ്ങോട്ട് മുന്നോട്ട് പറഞ്ഞു കൊടുക്കരുതെന്ന്. എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് പ്രശ്നങ്ങൾ ഒപ്പിച്ച് മേടിച്ച് വെച്ചവരാണ്. ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഹാർട്ട് ചക്രാസ് വരെ എത്തിക്കഴിയുമ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ബാക്കി സ്പിരിച്വാലിറ്റിയിൽ നിങ്ങൾക്ക് പോകാൻ ടൈമായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് മുന്നോട്ട് പോയിരിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് വല്ല സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ പേഴ്സണലി നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പക്ഷേ ഒരിക്കലും ഞാനിത് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പരിപാടിയല്ല സ്പിരിച്വാലിറ്റിയിലോട്ട് പോകൽ എന്ന് പറയുന്നത്. കാരണം ഇന്നത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങും. കാരണം നമ്മളെ പരീക്ഷണങ്ങൾ ഭയങ്കരമായിരിക്കുള്ളൂ. പക്ഷെ ആ പരീക്ഷണങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളെത്തുന്നൊരു ഫേസ് ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ടുള്ളൊരു ഫേസാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ, ഇപ്പോഴത്തെ പിള്ളേർക്കിട്ടൊക്കെ വയസ്സിൽ പറഞ്ഞാൽ കഞ്ചാവ് അടിച്ചിട്ടുന്നൊരു ഫീലില്ലേ, അതിനും 100 ഇരട്ടി സുഖമായിരിക്കുള്ളൂ. ഓക്കെ, ഇതാണ് സ്പിരിച്വാലിറ്റി ബേസിക്കലി. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കങ്ങനെ പറയാൻ അറിയുള്ളൂ. കാരണം ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ നിങ്ങളെ പോലുള്ള ഒരാളാണ്. എനിക്ക് കൂടുതലായിട്ട് വളച്ചൂത്തി കാര്യങ്ങൾ, അതായത് പ്രപഞ്ചത്തിൻ്റെ അങ്ങനത്തെ സാധനങ്ങളൊന്നും പറഞ്ഞെടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും ഞാൻ ഇങ്ങനെയാണ് സ്പിരിച്വാലിറ്റിനെ പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നു എല്ലാവരോടും, നിങ്ങൾക്ക് സമയമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിലോട്ട് സാധനങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ അടുത്തടുത്ത് വരും. അപ്പം നിങ്ങൾക്ക് നല്ലൊരു ഗുരുനാഥൻ വരും. ഞാനൊരു ഗുരുനാഥനല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്കൊരു വഴികാട്ടി മാത്രം. ഈ ജേണിയിലോട്ടുള്ള ആ ജേണി നിങ്ങൾക്ക് സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആളുകളിലോട്ട് വരും. പലർക്കും ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് എന്നേക്കാളും കൂടുതൽ സ്പിരിച്വാലിറ്റി ഹൈ ആയിട്ട് നിൽക്കുന്നവരുണ്ട്. പക്ഷെ അവർക്ക് അറിയുന്നില്ല എന്താണെന്നുള്ള സംഭവം. അപ്പം അങ്ങനത്തെ ഉള്ളവർക്കൊക്കെ ക്ലാരിഫിക്കേഷൻ പറഞ്ഞു കൊടുക്കാം എന്ന് മാത്രമേ എനിക്ക് പറ്റുള്ളൂ. അല്ലാണ്ട് എനിക്ക് നിങ്ങളെ ഉയർത്തി ഒരു തലത്തിലോട്ട് എത്തിക്കാം എന്ന് ഞാൻ ആരെയും ഇതിനകത്ത് പറഞ്ഞ് പറ്റിക്കാൻ എനിക്ക് താല്പര്യപ്പെടുന്നില്ല. കാരണം എനിക്ക് ആ തലത്തിലോട്ട് കൊണ്ടുപോകാൻ അറിയില്ല എന്ന് ഞാൻ പറയുള്ളൂ. കാരണം അതൊക്കെ സ്വന്തമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ നല്ലൊരു ഗുരുനാഥനിലൂടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞു, ഞാനൊരു ഗുരുനാഥനല്ല എന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്പിരിച്വാലിറ്റിനെ പറ്റി എനിക്ക് പറയാനുള്ളൊരു കാര്യം. പിന്നെ കുറച്ച് ഇൻഫർമേഷനായിട്ട് നല്ല ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് ചെയ്യണം.